ഡിസംബർ പിറന്നതോടെ ഇനി കരോൾ ഗാനങ്ങളുടെയും കേക്കുകളുടെയും താരകങ്ങളുടെയും ക്രിസ്മസ് കാലം. ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി ഇപ്പോഴേ സജീവമാണ്. തിരക്കുള്ള കൊച്ചിയിലെ ക്രിസ്മസ് തെരുവുകളുടെ കാഴ്ചകൾ കണ്ടുവരാം ഇനി. കൊച്ചിക്കാരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ബ്രോഡ്വേയിലെ ഈ തെരുവുകളിൽ നിന്നാണ്. ഓരോ കൊല്ലവും ഇവിടെ എത്തുന്ന വെറൈറ്റി സാധനങ്ങൾ പിന്നീട് അങ്ങോട്ട് ട്രെൻഡിങ് ആവാറുമുണ്ട്. ഇപ്പോഴീ കാണുന്ന നിറങ്ങളും തിളക്കങ്ങളും തിരക്കുകളുമെല്ലാം പുതുവർഷം വരെ നീളാറുമുണ്ട്. ഡിസംബർ കുഴപ്പമില്ല. നവംബർ പകുതിയോടുകൂടി നമ്മുടെ സെയിൽ തുടങ്ങി. ഞങ്ങൾ മൊത്തം ഓൾ കേരള സപ്ലൈ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ കടകൾക്കൊക്കെ അയച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെയുള്ള കുറച്ച് സ്റ്റോക്ക് കൂടെ ഉണ്ട്. എല്ലാ ഐറ്റവും നല്ലോണം പോകുന്നുണ്ട്. ഡെക്കറേഷൻ ഐറ്റം പോകുന്നുണ്ട്, ട്രീകൾ, ലൈറ്റ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. സ്പെഷ്യൽ സാധനങ്ങൾ ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ വെറൈറ്റികൾ, ചെറിയ ട്രീകൾ, എല്ലാ വെറൈറ്റികളും ഉണ്ട്. 10 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്പെഷ്യലായിട്ട് ഇതേ ഉണ്ട്, പിന്നെ ട്രീ ഉണ്ട്. എല്ലാം എല്ലാ കൊല്ലം വരുന്ന തന്നെ ഐറ്റം. ആൾക്കാർ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ട്രീ ഡിമാൻഡ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ ഇതില് വലിച്ചിങ്ങനെ കെട്ടി അലങ്കരിക്കാൻ എല്ലാവരുടെ വീട്ടിലും ട്രീ. പിന്നെ ചിലവരുടെ തൊപ്പി മേടിക്കും കേട്ടോ. ക്രിസ്മസിന് ഇങ്ങനത്തെ തൊപ്പി മേടിക്കും. ട്രോളിലൊക്കെ പറയുന്നത് പോലെ ഓണക്കോടി അലക്കി ഉണങ്ങും മുമ്പെയാണ് ക്രിസ്മസ് ഇങ്ങെത്തിയത്. ദിവസങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോയാലും ആഘോഷം എന്ന് കേട്ടാൽ എല്ലാം ഓണാണ്. അടിപൊളിയാണ്. ഇത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്, ഷോപ്പ് ചെയ്യാനല്ല. ഇതൊരു അരങ്ങാണല്ലോ, ഇതൊരു വന്ന് കാണേണ്ട സംഭവം. ശരിക്കും പറഞ്ഞാൽ മേടിക്കണേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സംഭവം ബ്രോഡ്വേയിൽ ഇതൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഒരു വർഷം വന്നവർ എന്തായാലും തിരിച്ച് എല്ലാ വർഷവും വന്ന് ഇത് കാണാൻ വേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീറ്റ് ഭയങ്കര അത്രയ്ക്ക് പോസിറ്റീവാണ്. ഭയങ്കര പോസിറ്റീവ് വൈബും ഭയങ്കര ഭംഗിയാണ്. ക്രിസ്മസ് ഇപ്പം അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പം എല്ലാം ചിലവാണല്ലോ. പണ്ട് ചെറുപ്പത്തിൽ സ്കൂള് അവധി, കളികൾ, ഈ കരോള് പോവുക, ഇതൊക്കെ തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്ന് ഷോപ്പ് ചെയ്യുക, അങ്ങനെ വന്ന് കാണുക, ഇപ്പോഴത്തെ എക്സൈറ്റ്മെൻറ്റ് അതാണ്. സൂപ്പറാണ്. ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ മേടിച്ചത് അമ്മേൻ്റെ കൊടുത്തിരിക്കുക. കുറേ മേടിക്കാറുണ്ട്. മറ്റേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ട് ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ച് ട്രീ ഒക്കെ വെച്ച് പിന്നീട് കുറേ ആഘോഷങ്ങളൊക്കെ ആയിട്ടുള്ള അത്, പിന്നെ സാന്റാക്ലോസിനെ കത്തിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം വെറും സാമ്പിളുകൾ മാത്രമാണ്. കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ വൈബ്. ഈ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഈ കടകളിലൊക്കെ ഇരട്ടി തിരക്കായിരിക്കും. കൊച്ചിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങനെ തുടങ്ങുകയാണ്. ഇനിയും കൂടുതൽ കാഴ്ചകളൊക്കെ വരും ദിവസങ്ങളിലുണ്ടാകും. കൊച്ചിയിൽ നിന്ന് അരുൺ നമ്പ്യാർക്കൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.